നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 12-ാം തീയതി. ഇന്നലെ നമ്മൾ ഭഗവാൻ ശരഭംഗൻ്റെ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിക്കുന്നത് കേട്ട് അനുസ്മരിച്ചു. ആ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മുനിമാരെല്ലാം ഭഗവാനെ വന്ന് വണങ്ങുന്നതും സ്തുതിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊക്കെ വർണ്ണിച്ചു. പിന്നെയും ഭഗവാൻ ആ ദണ്ഡകാരണ്യത്തിലൂടെ പോകുമ്പോൾ അഗസ്ത്യൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള സുതീക്ഷ്ണൻ, ആ സുതീക്ഷ്ണൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നതും സുതീക്ഷ്ണൻ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ വീണ് വണങ്ങി സ്തുതിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിച്ച് താനും കുറേ കാലമായി തൻ്റെ ഗുരുനാഥനെ കണ്ടിട്ട് ഭഗവാന്മാരെ കൂട്ടി തൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് താൻ പോകുന്നുണ്ടെന്ന് ശ്രീരാമചന്ദ്രനെ അറിയിച്ചു. അതനുസരിച്ച് അവരെല്ലാവരും കൂടി ഒരു രാത്രി അവിടെ കഴിച്ചു കൂട്ടിയതിന് ശേഷം പിറ്റേ ദിവസം അഗസ്ത്യൻ്റെ ആശ്രമത്തിലേക്ക് എത്തുന്നതും ആ അഗസ്ത്യൻ സാക്ഷാൽ ഭഗവാൻ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ജനിച്ച് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, തനിക്ക് ദർശനം തരാൻ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി വീണ് നമസ്കരിച്ചു, സ്തുതിച്ചു. ആ അഗസ്ത്യൻ്റെ സ്തുതിയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാനന സകലേശ്വര ദയാനിധേ. ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നുടെ മായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും
പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വചാൽ മായാദേവിയ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടൈ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പൂ അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ.